ആൽപ്പാക്കുളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ ഭംഗി ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ ഒരു പുനർരൂപീകരണം സാധ്യമാവും. അതിന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ പുതിയൊരു അൽപ്പാക്കുളമായിരിക്കും ക്ഷേത്ര നഗരിക്ക് കാണാൻ വേണ്ടി കഴിയുക. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അഭിമാന പദ്ധതി എന്ന നിലയിലാണ് ആൽപ്പാക്കുളം നവീകരണം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മാത്രമുള്ള ചുറ്റുവട്ടത്ത് ഒരു പ്രധാന ജലസ്രോതസ് ശ്രീ തിരുവാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ആൽപ്പാക്കുളം നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് തുടങ്ങിയത്. ഇതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദേശീയ പാർട്ടിയുടെ ആളുകൾ അവിടെ വലിയൊരു ഫ്ലെക്സ് വെച്ചു, ഞങ്ങളാണ് ഇതിന്റെ അവകാശികൾ. സംസ്ഥാന പാർട്ടിയുടെ ആളുകൾ ഞങ്ങളും കൂടിയാണ് ഇതിന്റെ അവകാശികൾ. അവസാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നേരത്തെയുള്ള AK മുസ്തഫ ഉൾപ്പെടെ ഒരു ബോർഡ് വന്നു. PMKSY പദ്ധതിയിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിർവഹണ ഏജൻസിയായി ബ്ലോക്ക് പഞ്ചായത്താണ് നടത്തുന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യം അന്നൊന്നും വാഗ്വാദങ്ങളിലേക്ക് നീങ്ങിയെങ്കിലും ഇപ്പോഴേ അതുപോലെ തന്നെ സംഭവമൊക്കെ നടക്കുകയാണ്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അന്നത്തെ 3 പാർട്ടിയുടെ ബോർഡ് ഉണ്ടായിരുന്നു. അവസാനം ഒരു പാർട്ടിയുടെ ബോർഡ് യാഥാർത്ഥ്യത്തിലേക്കാവുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതി നിർവഹണ ഏജൻസി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുകയാണ്. ഒരു വലിയ പദ്ധതിയാണ് ഇത്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റില്ലേ? തീർച്ചയായും ഈ പറഞ്ഞ പോലെ നമുക്ക് ബഹളങ്ങളിലോ വാഗ്വാദങ്ങളിലോ അല്ല കാര്യം, പ്രവൃത്തിയിലാണ് എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ PMKSY പദ്ധതി പ്രകാരം ഏകദേശം ഒരു 9 കോടിയിലധികം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മാത്രം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ഓൾറെഡി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതികളിൽ. പക്ഷെ അതിന്റെ വലിയ പരസ്യ ചിത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കർഷകരൊക്കെയാണ് അതിന് കൂടുതൽ സാക്ഷ്യം പറയാൻ ഏറ്റവും നല്ലത്. അവരത് പറയും. ഈ പദ്ധതി അൽപ്പാക്കുളം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തിയ ഏറ്റവും വലിയ ഒരു അഭിമാന പദ്ധതിയായിരുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഈ വേനലിലാണ് പദ്ധതി തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേനലിൽ നമുക്കറിയാം തിരുവാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വരികയാണ്. പൂരം വലിയൊരു ഉത്സവമാണ്, 10-11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പം അതിനിടയ്ക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയാണ് പൂരം കഴിഞ്ഞ് ആരംഭിക്കാം എന്ന് കരുതി കുറച്ചുകൂടി നമ്മൾ ലാഗ് ചെയ്ത് വൈകിച്ചത്. പക്ഷെ ഈ വേനലിൽ തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കും. ആൽപ്പാക്കുളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ ഭംഗി ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ ഒരു പുനർരൂപീകരണം സാധ്യമാവും. ഏകദേശം 55 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതി പ്രകാരം അതിനനുവദിച്ചിട്ടുള്ളത്. ഈ 55 ലക്ഷം രൂപയിൽ പടവുകളൊക്കെ കെട്ടി ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുമോ? നമ്മൾ പരമാവധി ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആദ്യം നമ്മൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അതിന്റെ ആഴത്തെക്കുറിച്ച്, നമ്മൾ മഴക്കാലത്താണ് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പൊ അതിന്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണയില്ല. വേനൽക്കാലത്ത് എടുത്തു നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ആഴത്തിലാണ്. അതിന്റെ ഈ ക്ലീനിങ് പ്രോസസ്സ് തന്നെ വലിയ ചെലവ് വരുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ബേസിക് നീഡ്സിന് വേണ്ടി തന്നെ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു ബജറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും പരമാവധി സൗന്ദര്യവൽക്കരിക്കുക, സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊരു മെയിൻ അജണ്ടയായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോ മാമാങ്ക കാലത്തോളം ചരിത്ര പ്രാധാന്യമുള്ളതാണ് അൽപ്പാക്കുളമൊക്കെ. അത് ഒരു ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, സത്യം മിഥ്യ എന്നതൊക്കെ എല്ലാവർക്കും വിവേചിച്ചറിയേണ്ട കാര്യമാണ്. അന്ന് ചാവേറുകൾ പുറപ്പെട്ടിരുന്നപ്പോൾ അവർ 41 ദിവസം വ്രതമെടുക്കുകയും ആ വ്രതമെടുത്തിരുന്ന ചാവേറുകൾ ഈ മാമാങ്കത്തിനായിട്ട് പോകുമ്പോൾ അവർക്ക് കുളിക്കാനൊക്കെ ആയി കുഴിച്ചതാണ് ഈ കുളം എന്നൊക്കെ ഉള്ള രീതിയിലും ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ യാഥാർത്ഥ്യമായാലും ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് ശ്രീ തിരുവാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന്, ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹമൊക്കെ നടക്കുന്ന തിരുവാന്താംകുന്ന് ഭഗവതിക്ക് മുന്നിലാണ് എന്നെല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവിടെ എത്തുന്ന ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു കുളമാണ്. നവീകരണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു അഭിമാന പദ്ധതി, അങ്ങനെ തന്നെ പറയാല്ലേ? തീർച്ചയായും, അതെ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെറിറ്റേജ്, കൾച്ചറൽ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽപ്പാക്കുളം എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ഷേത്രവുമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്ന എന്ന് വെച്ചാൽ നമുക്കൊക്കെ നമ്മുടെ ഒരു അങ്ങാടിപ്പുറത്തിന്റെ നഗര ഹൃദയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അൽപ്പാക്കുളം എന്ന് പറയുന്നത്. അപ്പൊ അൽപ്പാക്കുളത്തിന്റെ മോഡിഫിക്കേഷൻ, അതിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ഇമോഷണൽ കൂടിയാണ്, അത് നമ്മുടേതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ്. അത് വൈകാതെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതുമാണ് എന്ന് ഉറപ്പ് നൽകുന്നു. PMKSY പദ്ധതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ശ്രമിച്ച ഒരാൾ എന്ന നിലയ്ക്ക് AK മുസ്തഫയോട് ചോദിക്കാം. ഈ അൽപ്പാക്കുളം ഒരു നാടിന്റെ സ്വപ്നമായിരുന്നു. അപ്പൊ താങ്കൾക്ക് കൂടി ഒരു ആത്മസംതൃപ്തി നൽകുന്നില്ലേ അതിന്റെ പ്രവർത്തി തുടങ്ങിയപ്പോൾ?
തീർച്ചയായിട്ടും വിവാദങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നറിയുമ്പോൾ വലിയ ഒരു ചാരിതാർത്ഥ്യമാണ് മനസ്സിൽ തോന്നുന്നത്. അൽപ്പാക്കുളത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി നമ്മൾ 55 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഭരണസമിതി വകയിരുത്തിയിരുന്നത്. അത് നേരത്തെ മഴ വന്നത് കാരണം കഴിഞ്ഞ വർഷം നമുക്ക് പണി പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയില്ല. ഇപ്രാവശ്യം അതിലെ വെള്ളം വറ്റിച്ചു, ചെളി വാരിക്കൊണ്ടിരിക്കുന്നു, അതിലെ വേസ്റ്റ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ അടിഭാഗമൊക്കെ പടുത്തുയർത്തി അതിന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ പുതിയൊരു അൽപ്പാക്കുളമായിരിക്കും ക്ഷേത്ര നഗരിക്ക് കാണാൻ വേണ്ടി കഴിയുക. ക്ഷേത്ര നഗരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു സ്വപ്നമുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായിട്ടുള്ള നമ്മുടെ അങ്ങാടിപ്പുറം എല്ലാവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിന്റെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനും ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുക എന്ന് പറയുന്ന ഏതൊരു സാമൂഹ്യ പ്രവർത്തകനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളും അതിനുവേണ്ടി കൊതിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് വളരെ നിർണായകമായി വളരെ പ്രിഷ്യസ് ആയിട്ടിരുന്ന ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ അന്ന് നമ്മൾ മാറ്റിവെച്ചിരുന്നത്. അപ്പോൾ ആ പണി ഇപ്രാവശ്യം അതിന്റെ യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്, കുറെ ചരിത്രമുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു വലിയ കുളം, അതും നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ചെളി നിറഞ്ഞ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവർക്കും വേസ്റ്റ് എറിയാനുള്ള ഒരു പാത്രമായി മലന്ന് കിടന്ന് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അന്ന്. നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് അതിന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി പണം നീക്കി വെക്കാൻ കഴിഞ്ഞു. അതിപ്പോ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഇതിൽ പരം സന്തോഷം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമുക്കൊന്നും കിട്ടാൻ വേറെ ഇല്ല. ഏതായാലും അതിന്റെ നടപടികൾ നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തകൃതിയായി ആ ഒരു പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിവാദമല്ല ആവശ്യം. ഫ്ലെക്സ് ബോർഡുകൾ വരികയും പോകുകയും ഒക്കെ ചെയ്യും. യാഥാർത്ഥ്യം എവിടെയാണ്, ഇതിനുവേണ്ടി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആരാണ് എന്ത് സംഭാവനയാണ് നാടിനു വേണ്ടി ചെയ്തത് എന്ന് ജനത്തിന് മനസ്സിലാകും. ആ ജനത്തിന്റെ സപ്പോർട്ട് വഴി നമുക്ക് ആ ജനത്തിന് വേണ്ടി അവരുടെ അഭിലാഷം അനുസരിച്ചുള്ള ഇത്തരം ക്ഷേമ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മാമാങ്ക ചരിത്രത്തോളം പഴക്കമുള്ളതാണ് അൽപ്പാക്കുളം. നേരത്തെ പറഞ്ഞായിരുന്നു, അന്ന് ചാവേറുകൾ 41 ദിവസത്തെ വ്രതമെടുത്തൊക്കെ അവിടെ താമസിക്കുന്ന സമയത്ത് കുളിക്കാനൊക്കെ നിർമ്മിച്ചതാണ് എന്നൊക്കെയാണ് ചരിത്രം. അപ്പൊ ചരിത്രവും സത്യങ്ങളും ഒക്കെ നമുക്ക് ഇടകേറി പരിശോധിക്കേണ്ട, അത് വിശ്വാസികൾ പരിശോധിക്കട്ടെ. അപ്പോൾ ഒരു വലിയ പദ്ധതി അൽപ്പാക്കുളം നവീകരണത്തിന് വേണ്ടി തുടക്കത്തിൽ ഫണ്ട് മാറ്റി വയ്ക്കാനും അതിനുവേണ്ടി ശ്രമം നടത്താനും ഒക്കെ ഉണ്ടായിരുന്ന AK മുസ്തഫ ഇപ്പോൾ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു, പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.